welcome to Vedantu Malayalam channel. I am Anchana, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ മൈൻഡ് മാപ്പ് ആണ്. സോ എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്, ഇത് പഠിക്കുന്നത് എങ്ങനെയാ അങ്ങനെ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ആണ്. സോ മൈൻഡ് മാപ്പ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കുക, എങ്ങനെ വളരെ 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 ഈസി ആയിട്ട് റിവൈസ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് ആ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിലെ മൈൻഡ് മാപ്പ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. റൈറ്റ്. സോ മൈൻഡ് മാപ്പ് വെച്ചിട്ട് എങ്ങനെ എല്ലാ കോൺസെപ്റ്റും നമുക്ക് റിവൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ പഠിച്ചെടുക്കാം നോക്കാം. റൈറ്റ്. ഓക്കെ. സോ ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ എന്താണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്? ബയോടെക്നോളജി. സോ ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് അല്ലേ? പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്, പ്രോസസ്സസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ എന്താണ് പറയുന്നത്, നമ്മൾ ഇവിടെ മൈൻഡ് മാപ്പ് ആണ്. റൈറ്റ്. സോ മൈൻഡ് മാപ്പ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോർ ആയിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്. അതാണ് നമുക്ക് ആദ്യം പഠിക്കുന്നത്. സോ അതെന്താണത്? സോ ദാറ്റ് ഈസ് principle and process alle. So what is the principle of biotechnology? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രിൻസിപ്പൽ ഓഫ് ബയോടെക്നോളജി. എന്താണ് പ്രിൻസിപ്പൽ ഓഫ് ബയോടെക്നോളജി? ആർക്കറിയാവുന്ന പെട്ടെന്ന് പറഞ്ഞേ പ്രിൻസിപ്പൽ ഓഫ് ബയോടെക്നോളജി. ദർ ആർ കോർ ടു ടെക്നോളജി ഇവോൾവ്ഡ് അല്ലെ? രണ്ട് കോർ ആയിട്ടുള്ള ടെക്നോളജി ഇവോൾവ് ആയി. അവിടെ തൊട്ടാണ് നമ്മുടെ മോഡേൺ ബയോടെക്നോളജിസ്റ്റ് ശരിക്കും പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തത്. സോ ദാറ്റ് ഈസ് one is genetic engineering അല്ലെ? genetic engineering. So first one is genetic engineering, second one is bioprocess engineering അല്ലേ? So first one is genetic engineering, second one is bioprocess engineering. എന്താണ് genetic engineering എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, see നമ്മുടെ DNA, we are all made up of genetic material അല്ലെ? സോ നമ്മുടെ ബോഡിയിലൊക്കെ എന്തുണ്ട്? ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. റൈറ്റ്. ആ ജനറ്റിക് മെറ്റീരിയലിലെ വളരെ 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 ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ആണ് നമ്മുടെ DNA. DNA is made up of നൈട്രോജൻ ബേസസ്, ഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ ഷുഗർ. സോ അതിൽ ഷുഗറും ഫോസ്ഫേറ്റും ഒരു കാരണവശാലും മാറുന്നില്ല. എല്ലാത്തിലും അതേ ഷുഗർ തന്നെ, അതേ ഫോസ്ഫേറ്റ് തന്നെ. പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾ ആരാണ് അവിടെ? സോ ദാറ്റ് ഈസ് നൈട്രോജൻ ബേസസ്. ആ നൈട്രോജൻ ബേസസിനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചാലോ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ആൾട്ടറാവും. ഒരേ ഒരു നൈട്രോജൻ ബേസസ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞാലോ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ചസ് ആവും. സോ അങ്ങനെ ചേഞ്ചസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടതുപോലെ എങ്ങനെയാ വേണ്ടത് അതുപോലെയൊക്കെ മാറ്റിയെടുക്കുക. സോ ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ. അടുത്തത് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ wherever, whenever we are conducting a biotechnological experiment, we have to maintain sterile ambience. നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റെറൈൽ ആംബിയൻസിനെ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ദാറ്റ് ഈസ് ദി ടു കോർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. യെസ്. ഓക്കെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ ടൂൾസ്? ഏതൊക്കെ ടൂൾസ് ആണ് നമുക്കിവിടെ വേണ്ടത്? ടൂൾസ് ഓഫ് RDNA ടെക്നോളജി. ടൂൾസ് ഏതൊക്കെ ടൂൾസ് ആണ് വേണ്ടത്? RDNA ടെക്നോളജിക്ക് നമുക്ക് ഏതൊക്കെ ടൂൾസ് ആണ് ആവശ്യമുള്ളത്? അത് പെട്ടെന്ന് പറഞ്ഞേ. ഏതൊക്കെ ടൂൾസ് ആണ് നമുക്ക് RDNA ടെക്നോളജിക്ക് വേണ്ടത്? സോ ഫസ്റ്റ് തിങ് ഈസ് നമുക്ക് എൻസൈം തൊട്ട് തുടങ്ങാം അല്ലേ? എൻസൈം തൊട്ട് തുടങ്ങാം. ഓക്കെ. ഏതൊക്കെ എൻസൈം ആണ് വേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് REN. What is REN? എന്താണ് ഈ REN? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം അല്ലെ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം, അതാണ് REN. ഓക്കെ. ഈ REN എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സി ദിസ് ഈസ് കോൾഡ് ആസ് മോളിക്യുലാർ, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മോളിക്യുലാർ സീസേഴ്സ് അല്ലെ? മോളിക്കുലർ സിസേഴ്സ് എന്ന് വിളിക്കും. റൈറ്റ്. ഓക്കെ. സോ ഈ മോളിക്കുലർ സിസർ വെച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നുള്ളത്? വി ആർ കട്ടിംഗ് ദ DNA into smaller pieces അല്ലെ? നമുക്ക് വേണ്ട ആവശ്യമുള്ള ഒരു പീസ് DNA എടുക്കണം എന്നുണ്ടെങ്കിൽ എത്രയും വലിയ ലെന്തി ആയിട്ടുള്ള DNA നമുക്ക് വേണ്ട ആ ഒരു കഷ്ണം മാത്രം കട്ട് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് REN, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? ദാറ്റ് ഈസ് ലൈഗേസ് എൻസൈം.
ligase enzyme. What is ligase? Ligase എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? Ligase is molecular glue. What is ligase? Molecular glue. Okay. So ഈ molecular glue എന്താണ് ചെയ്യുന്നത്? ഒട്ടിക്കുക. എന്തിനാണ് ഒട്ടിക്കുന്നത്? രണ്ട് പീസസ് ഓഫ് DNA അത് രണ്ട് തമ്മിൽ ഒട്ടിക്കുന്ന പരിപാടി ആരാണ് ചെയ്യുന്നത്? നമ്മുടെ DNA ligase. Okay. So ligase ആയി REN ആയി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത്? Next one is competent host. Competent host വേണം. സോ ഇവിടെ കോമ്പറ്റന്റ് ഹോസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഹോസ്റ്റ് ആയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഹോസ്റ്റ് ആയിട്ട് ഏത് ഇൻഡിവിജ്വൽ, ഏത് ഓർഗാനിസം വേണമെങ്കിലും എടുക്കാം. അത് മാത്രമല്ല കോമ്പറ്റന്റ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്, സോ ഒരു ഹോസ്റ്റിലേക്ക് ഒരു RDNA അല്ലെങ്കിൽ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്? സോ അതാണ് ഈ കോമ്പറ്റന്റ് ഹോസ്റ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോണിംഗ് വെക്ടർ. എന്താണ് ഈ ക്ലോണിംഗ് വെക്ടർ? വാട്ട് ഈസ് ക്ലോണിംഗ് വെക്ടർ? സോ ക്ലോണിംഗ് വെക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വെഹിക്കിൾ, ഒരു ഫോറിൻ DNA ക്യാരി ചെയ്തുകൊണ്ട് ഒരു പ്ലേസിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഓർഗാനിസമിൽ നിന്നും ഇനിയൊരു ഓർഗാനിസമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ് ഈ വെക്ടർ, ക്ലോണിംഗ് വെക്ടർ. യൂഷ്വലി പ്ലാസ്മിഡിനെയാണ് നമ്മൾ ക്ലോണിംഗ് വെക്ടർ ആയിട്ട് യൂസ് ചെയ്യാറ്, റൈറ്റ്? ഓക്കെ, ക്ലോണിംഗ് വെക്ടർ ആയിട്ട് എന്തിനു യൂസ് ചെയ്യും? സോ ദാറ്റ് ഈസ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ക്ലോണിംഗ് വെക്ടറിനെ തിരഞ്ഞെടുക്കുന്നത്. യെസ്, അടുത്തത് എന്താണ്? ദാറ്റ് ഈസ് തേർഡ് വൺ ഈസ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒന്ന് പെട്ടെന്ന് പറയാമോ? ആർക്കറിയാം? പെട്ടെന്ന് പറഞ്ഞേ. ദാറ്റ് ഈസ് RDNA. Steps involved in RDNA technology. So ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ പിന്നെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ RDNA ടെക്നോളജി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിക്കൊണ്ട് പോകാം. സോ ഇവിടെ നമുക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത പേജിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ തന്നെ സ്പേസ് കാണാം. സോ നിങ്ങൾ A4 സൈസുള്ള ഒരു ഷീറ്റിലാണ് നിങ്ങൾ എഴുതുന്നുള്ളത്. സോ അതിൽ ഞാനിവിടെ എഴുതുകയാണെങ്കിൽ പാതി ഞാൻ തന്നെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? സോ അവിടെയൊക്കെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്. ആ സ്പേസിലൊക്കെ നിങ്ങൾക്ക് നീറ്റായിട്ട് എഴുതിക്കൊണ്ട് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് പേജിലോട്ട് ഞാൻ പോവുകയാണ്. സോ നിങ്ങൾ അതേ പേജിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. യെസ്, ഓക്കെ. പ്രോസസ് ഓഫ് RDNA technology. Okay, RDNA technology. Yes. Okay, first step എന്താണ്? What is the first step? ആർക്കറിയാം? First step of RDNA technology. So that is isolation of DNA. സോ നമുക്ക് കിട്ടിയ സാമ്പിൾ, അതായത് മസിൽസ് ആവാം, അല്ലെങ്കിൽ ബോൺ ആവാം, അല്ലെങ്കിൽ ഹെയർ ഫോളിക്കൽ ആവാം, അല്ലെങ്കിൽ ബ്ലഡ് ആവാം, റൈറ്റ്? സോ ഇങ്ങനെ ഒരുപാട് സാമ്പിൾസ് ആയിട്ട് നമുക്ക് കിട്ടും. ആ സാമ്പിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓൺലി DNA മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സോ ആ ഒരു നമുക്ക് കിട്ടിയ അതായത് കിട്ടിയ സാമ്പിളിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? പ്രോട്ടീൻ കാണാൻ പറ്റും, ലിപ്പിഡ് കാണാൻ പറ്റും അല്ലെ? സോ അതുപോലെ തന്നെ RNAs കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. സോ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം പ്രിസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് അതിനൊക്കെ ദൂരെ കളഞ്ഞിട്ട് നമുക്ക് വേണ്ട DNA മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ടെക്നിക്ക് ഉണ്ട്. എന്താണ് നമ്മൾ ചെയ്യുക? ചിൽഡ് എത്തനോളും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിർ ചെയ്യുമ്പോൾ നമുക്ക് ത്രെഡ് പോലെയുള്ള നമുക്ക് DNA കിട്ടും. ആ DNA നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് റോഡ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൂളിംഗ്. സോ സ്പൂളിംഗും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസോലേഷൻ ഓഫ് DNA കംപ്ലീറ്റ് ആയി അല്ലേ? സോ ഐസോലേഷൻ ഓഫ് DNA കംപ്ലീറ്റ് ആയി. അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫ്രാഗ്മെന്റേഷൻ. സോ നമുക്ക് കിട്ടിയ DNA എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു DNA ആണ്. അത്രയും ലെങ്തി ആയിട്ടുള്ള DNA നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രാഗ്മെന്റേഷൻ ചെയ്യുന്നുണ്ട്. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്മോളർ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഹ്യൂമൻ ബോഡിയിലെ DNA ആണെങ്കിൽ ഓൾമോസ്റ്റ് 2.2 മീറ്റർ ഉണ്ട്. സോ ഇത്രയൊന്നും ആവശ്യമില്ല. നമ്മുടെ എക്സ്പെരിമെന്റിന് ചിലപ്പോൾ നമുക്ക് വേണ്ട ജീന് വളരെ കുഞ്ഞു സ്ട്രെച്ച് ആയിരിക്കും.
ഓക്കെ, വളരെ 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 കുഞ്ഞു സ്ട്രെച്ച് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? REN, അതായത് റെസ്ട്രിക്ഷൻ. ഞാൻ ഒന്നുകൂടെ കളർ മാറ്റി ഇവിടെ എഴുതാൻ പോവാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം വെച്ചിട്ട്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്മോളർ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, സ്മോളർ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്? സോ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ന്യൂക്ലിയേസസ്. വാട്ട് ഈസ് ന്യൂക്ലിയേസസ് അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ന്യൂക്ലിയേസസിൽ നമ്മൾ 2 ടൈപ്സ് ആണ് പഠിക്കുന്നത്. വൺ ഈസ് എക്സോന്യൂക്ലിയേസ്, അനദർ വൺ ഈസ് എൻഡോന്യൂക്ലിയസ്. അല്ലെ, ഈ 2 കോൺസെപ്റ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. എക്സോന്യൂക്ലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DNA എൻഡിൽ നിന്നും കട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ന്യൂക്ലിയസ് എൻസൈം ആണ്. എൻഡോന്യൂക്ലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് റീജിയനെ മാത്രം കട്ട് ചെയ്യുന്ന ഒരു എൻസൈം ആണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ RDNA ടെക്നോളജിയിൽ യൂസ് ചെയ്യാൻ പോകുന്ന ആ ഒരു എൻസൈം ഏതാണ്? എൻഡോന്യൂക്ലിയസ് എൻസൈം ആണ്. റൈറ്റ്? ഓക്കെ, ഈ എൻഡോന്യൂക്ലിയസ് സ്പെസിഫിക് റീജിയനെ കട്ട് ചെയ്യുന്ന ഒരു എൻസൈം ആണ്. അല്ലെ, ഏത് സ്പെസിഫിക് റീജിയന്? ദാറ്റ് ഈസ് പാലൻഡ്രോമിക്. ഓക്കെ, പാലൻഡ്രോമിക് റീജിയനെയാണ് ഇത് കട്ട് ചെയ്യുക. പാലൻഡ്രോമിക് റീജിയൻ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ റെക്കഗ്നൈസേഷൻ സൈറ്റ് എന്ന് പറയാം. ഓക്കെ, റെക്കഗ്നൈസേഷൻ സൈറ്റ് എന്ന് പറഞ്ഞാലും പാലൻഡ്രോമിക് റീജിയൻ എന്ന് പറഞ്ഞാലും അല്ല റെക്കഗ്നൈസേഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ ആ ഒരു റീജിയനിലേക്ക് പോയിട്ട് അതിനെന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഓക്കെ, കട്ട് ചെയ്തിട്ട് സ്മോളർ പീസസ് ഓഫ് DNA ആക്കി മാറ്റും. റൈറ്റ്? സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു RENന്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുന്നത് നോമൻക്ലേച്ചർ ഓഫ് REN. അല്ലെ, സോ എങ്ങനെയാണ് ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിനെ നമ്മൾ നെയിം ചെയ്യാം? സോ ഫസ്റ്റ് വൺ ഈസ് ജീനസ് നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ എടുക്കും, ഫസ്റ്റ് ലെറ്റർ. അല്ലെ, ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഷീസ് നെയിമിന്റെ 2 ലെറ്റേഴ്സ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഏത് സ്ട്രെയിൻ ആണ്, ആ സ്ട്രെയിനിന്റെ ലെറ്റർ നമ്മൾ എടുക്കുന്നുണ്ട്. അല്ലെ, സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഓർഡർ ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഐസൊലേറ്റഡ്, അത് ആ ഒരു റോമൻ നമ്പറും നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. സോ ഇത് ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? നോമൻക്ലേച്ചർ ഓഫ് REN ചെയ്യുന്നത്. അല്ലെ, ജീനസിന്റെ ഫസ്റ്റ് ലെറ്റർ, അതായത് ഏത് ഒരു ബാക്ടീരിയയിൽ നിന്നാണ് ആ ഒരു എൻസൈമിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ബാക്ടീരിയയുടെ ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ അതേ ബാക്ടീരിയയുടെ സ്പീഷീസ് നെയിമില് നെക്സ്റ്റ് 2 ലെറ്റർ നമ്മൾ എടുക്കും. സോ എക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്റ്ററീഷ്യ, കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോലിയുടെ CO, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിച്ച് സ്ട്രെയിൻ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 13 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റോമൻ നമ്പർ ഇവിടെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് RY 13, അത് എന്താണത്? ഏത് സ്ട്രെയിൻ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടെങ്കിൽ ഇവിടെ എക്കോ R1, എക്കോ R2, എക്കോ R5, ഇങ്ങനെ ഒരുപാട് സ്ട്രെയിൻസ് ഉണ്ട്. സോ ഒരുപാട് എൻസൈംസ് ഉണ്ട്. അതൊക്കെ എന്താണത്? ദാറ്റ് ഈസ് ആ റോമൻ നമ്പർ എന്താണ്? വിച്ച് ഓർഡർ, ഏത് ഓർഡറിലാണ് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. സോ that indicates so this Roman number. Okay, ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ REN എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. റൈറ്റ്? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ ചെയ്ത് കഴിഞ്ഞു. ഫ്രാഗ്മെന്റേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെപ്പറേഷൻ. എനിക്ക് എല്ലാ പീസസും ആവശ്യമില്ലെന്നേ, എനിക്ക് വേണ്ടത് വളരെ ഒരു ചെറിയ പീസ് മാത്രമാണ്. അപ്പൊ ആ പീസിനെ മാത്രം ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അല്ലെ, ആ പീസിനെ മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ പീസിനെ മാത്രം ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക? ദാറ്റ് ഈസ് കോൾഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. എന്ത് ചെയ്യണം എന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഞാൻ ആ DNA സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സോ ജെൽ ഇലക്ട്രോഫോറസിസിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കണ്ടന്റ് മാത്രം ഞാൻ എഴുതിക്കൊണ്ട് പോവാം. അഗറോസ് ജെല്ലിനെ യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അഗറോസ് ജെല്ലിനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നമുക്ക് അറിയേണ്ട ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ DNA is negatively charged, it move towards positively charged അല്ലേ. സോ DNA is negatively charged, it move towards a positive charge അല്ലേ. സോ നെക്സ്റ്റ് വേറെ എന്താണ്, സോ നമ്മൾ when we apply in the electric current, DNA will move from negative charge to പോസിറ്റീവ് ചാർജ്. സോ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദി മോളിക്കുലാർ വെയിറ്റ്. സോ ബേസ്ഡ് ഓൺ ദി മോളിക്കുലാർ വെയിറ്റ് ഇറ്റ് വിൽ സെപ്പറേറ്റ് അല്ലെ. ബേസ്ഡ് ഓൺ ദി മോളിക്കുലാർ വെയിറ്റ് ഇറ്റ് വിൽ സെപ്പറേറ്റ്. സോ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു സീ ഇറ്റ് അല്ലെ. അതിനെ നമ്മൾ കാണണം. അതിനെ കാണണമെന്നുണ്ടെങ്കിൽ DNA is also negatively charged, ട്രാൻസ്പെറൻറ്റ്, ജെൽ ഓൾസോ ട്രാൻസ്പെറൻറ്റ്. ഇത് രണ്ടും ട്രാൻസ്പെറൻറ്റ് ആവുമ്പോൾ നമുക്ക് രണ്ടും നോക്കുമ്പോൾ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്യണം? ഒരു കളറിംഗ് ഏജന്റിന് നമ്മളിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു കളറിംഗ് ഏജന്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യു വി ലൈറ്റിൽ നമ്മളിങ്ങനെ അബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബാൻഡ്സ് കാണാൻ പറ്റും. ആ ബാൻഡ്സ് ആണ് നമ്മുടെ DNA. ആ DNA നമുക്ക് എന്ത് വേണം, എത്ര വേണം, ആ പീസിനെ മാത്രം കട്ട് ചെയ്തെടുക്കും. ദാറ്റ് ഈസ് കോൾഡ് എലൂഷൻ അല്ലെ. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? എലൂഷൻ എന്ന് വിളിക്കും. സോ സെപ്പറേഷൻ കഴിഞ്ഞു. എലൂഷൻ ചെയ്തിട്ട് എനിക്ക് വേണ്ട പീസിനെ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ദാറ്റ് ഈസ് കോൾഡ് ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എനിക്ക് കിട്ടിയ DNA വളരെ കുറച്ചാണ്. എനിക്ക് സാമ്പിളായിട്ട് കിട്ടിയത് വളരെ കുറച്ച് DNA ആണ്. ആ DNA വെച്ചിട്ട് ഞാൻ എല്ലാ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കിട്ടിയ DNA പീസിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് PCR, പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. എന്താണ് PCR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? പോളിമറേസ് chain reaction. Okay, polymerase chain reaction. Okay, polymerase chain reaction വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. റൈറ്റ്? ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് denaturation. സെക്കൻഡ് വൺ ഈസ് annealing. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്റ്റൻഷൻ. ഓക്കെ, ഡീനാച്ചുറേഷനിൽ ഞാൻ ആൾമോസ്റ്റ് ഒരു 92 to 94 ഡിഗ്രി സെൽഷ്യസ് ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ DNA സ്ട്രാൻഡ് എന്താവും? സെപ്പറേറ്റ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം അനീലിംഗിൽ ആൾമോസ്റ്റ് ഒരു 55 ഡിഗ്രി വരെ ഞാൻ കൂൾ ചെയ്യുമ്പോൾ എന്താവും? പ്രൈമർ വന്ന് അവിടെ അറ്റാച്ച് ആവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടാക്ക് പോളിമറേസ് എൻസൈം എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ട് 72 ഡിഗ്രി വരെ ഞാൻ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ DNA പോളിമറേസ് എൻസൈം, അതായത് ടാക്ക് പോളിമറേസ് എൻസൈം എന്ത് ചെയ്യും? ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്തിട്ട് 2 സ്ട്രാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിന് ആൾമോസ്റ്റ് 90 മിനിറ്റ്സ് ടൈം വേണം. ഓക്കെ, 90 മിനിറ്റ്സ് ടൈം വേണം. ഈ 90 മിനിറ്റ്സിൽ ആൾമോസ്റ്റ് ഒരു 30 സൈക്കിൾസ് ഇത് കംപ്ലീറ്റ് ചെയ്യും. 30 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എത്ര DNA ആയിരിക്കും ഇത് ഫോം ചെയ്തിട്ടുണ്ടാവുക? ദാറ്റ് ഈസ് 1 ബില്യൺ കോപ്പീസ് ഓഫ് DNA അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. റൈറ്റ്? ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം ഞാൻ? സോ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദ ഫോറിൻ ജീൻ ഇൻ ടു ദി വെക്ടർ അല്ലെ. സോ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ്, എത്രാമത്തെ സ്റ്റെപ്പ് ആയത്? 4th ആയി അല്ലെ. സോ ദിസ് ഇസ് 5th സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഇൻസർഷൻ ഓഫ് ഫോറിൻ ജീൻ ഇൻടു a vector. ഓക്കെ, വെക്ടറിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യണം.
ഓക്കെ, എങ്ങനെയാണ് ഈ ഫോറിൻ ജീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക? സെയിം ലൈക്ക് ദാറ്റ് ഓഫ് REN. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോ ഇതുപോലെയുള്ള ഒരു DNA പീസിനെ REN വെച്ചിട്ട് സ്മോളർ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഇങ്ങനെ സ്മോളർ പീസസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് എനിക്ക് കിട്ടും? എനിക്ക് എന്ത് ഇവിടെ കിട്ടുന്നത്? സോ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റിക്കി എൻഡ്സ്. ഇവിടെ എന്തുണ്ടാവും? സ്റ്റിക്കി എൻഡ്സ് കിട്ടും അല്ലെ? സ്റ്റിക്കി എൻഡ്സ് കിട്ടും. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്ലാസ്മിഡ് എടുക്കുന്നുണ്ട്. പ്ലാസ്മിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡബിൾ സർക്കുലർ, അതായത് ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ DNA, എക്സ്ട്രാ ക്രോമോസോമൽ മെറ്റീരിയൽ അല്ലെ? സോ അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സോ ഇത് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അവിടെയും ഞാൻ REN വെച്ചിട്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കഷ്ണം കിട്ടും എനിക്ക് അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം DNA ലൈഗേസ് എൻസൈം, ഞാൻ ഇത് രണ്ടും ഒരുമിച്ചിട്ടിട്ട് ഞാൻ DNA ലൈഗേസ് എൻസൈം ഇടുന്നുണ്ട്. അപ്പൊ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു പീസ് കിട്ടും. സോ ദിസ് ഈസ് ഇൻസേർഷൻ ഓഫ് ഫോറിൻ ജീൻ ഇൻ ടു എ വെക്ടർ. ഓക്കെ, DNA ലൈഗേസ് എൻസൈം ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. റൈറ്റ്. സോ വെക്ടറിലേക്ക് ഇൻസേർഷൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻസേർഷൻ ഓഫ് rDNA. Insertion of rDNA into a host. ഹോസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഹോസ്റ്റിലേക്ക് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക? ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കാൽഷ്യം സൊല്യൂഷൻ വെച്ചിട്ട്. ഓക്കെ, കോൾഡ് കാൽഷ്യം സൊല്യൂഷൻ ഓക്കെ, അത് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ജീൻ ഗൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ജീൻ ഗൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. ഓക്കെ, മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. യെസ്. അടുത്തത് എന്താണ്? ഫോർത്ത് വൺ ഈസ് ഡിസ്ആംഡ് പാത്തോജൻ. ഓക്കെ, സോ ഇങ്ങനെ 4 മെത്തഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഒരു rDNA എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് കാൽഷ്യം സൊല്യൂഷൻ. കോൾഡ് കാൽഷ്യം സൊല്യൂഷനിൽ ഞാൻ ഹീറ്റ് ഷോക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഹീറ്റ് ഷോക്ക്. സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾഡ് കാൽഷ്യം സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന ഒരു സെല്ലിലേക്ക്, അതായത് ഒരു ഈക്വലൈ ബാക്ടീരിയ ഞാൻ എടുക്കുകയാണ്. ആ ഈക്വലൈ ബാക്ടീരിയനെ ഞാൻ ഒരു ക്ലോണിക്കൽ ഫ്ലാസ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇത് കോൾഡ് സൊല്യൂഷൻ ആണ്. കോൾഡ് സൊല്യൂഷനിനകത്താണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനൊരു ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ മാറ്റുന്നുണ്ട്. ടെമ്പറേച്ചർ മാറ്റുമ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ മാറ്റുകയാണ്. പിന്നെ അഗൈൻ ഞാൻ കൊണ്ടുവന്നിട്ട് കോൾഡ് കാൽഷ്യം സൊല്യൂഷനിൽ വെക്കുകയാണ്. അങ്ങനെ 2-3 പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താവും? സെല്ലിനകത്ത്, ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്തുള്ള ഈ സെല്ലിനകത്ത് ഒരുപാട് പോർസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ പോർസിലൂടെ നമ്മുടെ DNA, ഫോറിൻ DNAയും കൂടെ എൻ്റർ ആവും. സോ ദാറ്റ് ഈസ് കോൾഡ് കാൽഷ്യം സൊല്യൂഷൻ. കോമ്പിറ്റന്റ് ഹോസ്റ്റ് പറയും. ഇതിന് നമ്മൾ എന്താ വിളിക്കുക? കോമ്പിറ്റന്റ് ഹോസ്റ്റ്. നെക്സ്റ്റ് ജീൻ ഗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ? മൈക്രോ പാർട്ടിക്കിൾസ്. ഓക്കെ, മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ എടുക്കുകയാണ്. ഓക്കെ, ഗോൾഡ് ഓർ ടങ്സ്റ്റൺ എടുക്കുകയാണ്. ഗോൾഡ് ഓർ ടങ്സ്റ്റൺ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ DNA റാപ്പ് ചെയ്തിട്ട് ഏത് സെല്ലിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്? പ്ലാന്റിലേക്ക് അല്ലെ? പ്ലാന്റ് സെല്ലിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗോൾഡ് ഓർ ടങ്സ്റ്റണിനെ ഇങ്ങനെ ബമ്പാർഡ് ചെയ്യുമ്പോൾ ആ ഫോറിൻ DNAയും കൂടെ ഇൻസേർട്ട് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് പോലെ തന്നെ സെല്ലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ജീനിനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇൻജക്ട് ചെയ്യാം. അടുത്തത് ഡിസ്ആംഡ് പാത്തോജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തോജൻ ആണ്, പക്ഷേ അതിലെ ഡിസീസ് കോസിങ് ഏജന്റിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെ ഈ ഒരു ജീനിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഒരു പാത്തോജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈസി ആയിട്ട് ഇൻവേഡ് ചെയ്യുന്ന ഒരു ആളാണ് അല്ലെ? ഈസി ആയിട്ട് ഇൻവേഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിലെ ഡിസീസ് കോസ് ചെയ്യുന്ന ആ ഒരു സാധനത്തിന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവിടെ ഫോറിൻ പാർട്ടിക്കിൾ ഇട്ടിട്ടുണ്ടെങ്കിലോ ഈസി ആയിട്ട് അതെന്താവും? ഈസി ആയിട്ട് ഇൻവൈഡ് ആയിട്ട് ഹോസ്റ്റിലേക്ക് എൻ്റർ ആവും അല്ലെ? സോ ദാറ്റ് ഈസ് കോൾഡ് ഇൻസേർഷൻ ഓഫ് rDNA ഇൻ ടു എ ഹോസ്റ്റ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അടുത്തത് എന്താണ്? 7th സ്റ്റെപ്പ് എന്താണ്? ഇൻസേർഷൻ ആയി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ഫോറിൻ ജീൻ പ്രോഡക്റ്റിനെ നമ്മൾ എടുക്കണം അല്ലെ? ഫോറിൻ ജീൻ പ്രോഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം?
എടുക്കണം. സോ ഫോറിൻ ജീൻ പ്രോഡക്റ്റ് നമ്മൾ ലാബറട്ടറിയിൽ ഒരു ചെറിയ എമൗണ്ടിൽ നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു വലിയ ലാർജ് ക്വാണ്ടിറ്റിയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു ബയോ റിയാക്ടർ അല്ലെ, ബയോ റിയാക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സാധനത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് സാധനമാണ് നമ്മൾ RDNA ടെക്നോളജിയിൽ യൂസ് ചെയ്തത്, RDNA ടെക്നോളജി കൊണ്ട് നമ്മൾ വിചാരിച്ചത് ആ ഒരു സാധനത്തിന് നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ ബയോ റിയാക്ടർ വെച്ചിട്ട് ചെയ്യും. ഓക്കെ, സോ ഈ ബയോ റിയാക്ടർ 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ സ്റ്റിർഡ് ബയോറിയാക്ടർ, സിമ്പിൾ സ്റ്റിർഡ് ബയോറിയാക്ടർ. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഏതാണ്? സ്പാർക്ഡ്. ഓക്കെ, സ്പാർക്ഡ് സ്റ്റിർഡ് ടാങ്ക്. ഓക്കെ, സ്പാർക്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഓക്കെ, സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇവിടെയും ടാങ്ക് ഉണ്ട്. സോ ഈ 2 ടൈപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ ഒരു ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന ഈ 2 ടൈപ്പാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്ത്ത് സ്റ്റെപ്പ് എന്താണ്? എയ്ത്ത് സ്റ്റെപ്പ് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. എന്താണത്? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. എന്താണ് ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, after producing a large quantities from the bioreactor, ഇപ്പം നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ ലാർജ് ക്വാണ്ടിറ്റീസിന് അങ്ങനെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. വി ഹാവ് ടു സെപ്പറേറ്റ്. അതിൽ എന്തൊക്കെയോ വേസ്റ്റ് പ്രോഡക്റ്റും കൂടെ ഉണ്ടാവും. അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ക്വാളിറ്റി അനാലിസിസ്, സോ ക്ലിനിക്കൽ ട്രയൽസ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ഇത് ഇത്രയും പ്രോസസ് ആണ് നമ്മുടെ എന്തിൽ പഠിക്കുന്നുള്ളത്? നമ്മൾ RDNA ടെക്നോളജിയിൽ അല്ലെ. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ഹോൾ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ആയി. സോ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളത് എന്താണ്? ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ടൂൾസ് ഫോർ RDNA ടെക്നോളജി പഠിക്കുന്നുണ്ട്. റൈറ്റ്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ RDNA ടെക്നോളജി പഠിക്കുന്നുണ്ട്. സോ ആ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇനിലാണ് നമ്മൾ പഠിക്കുന്നുള്ളത്. പ്രോസസ് ഓഫ് RDNA ടെക്നോളജി അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ RDNA ടെക്നോളജിയിൽ ഐസൊലേഷൻ ഓഫ് DNA, ഫ്രാഗ്മെന്റേഷൻ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേഷൻ ബൈ യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്, ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ബൈ യൂസിങ് PCR ടെക്നിക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസേർഷൻ ഓഫ് ഫോറിൻ ജീൻ ഇൻടു ഫോറിൻ ജീൻ, ഇവിടെ ജീൻ ഇൻസേർട്ട് ചെയ്യണേ. ഓക്കെ, ഫോറിൻ ജീൻ ഇൻടു a vector. അടുത്തത് എന്താണ്? ഇൻസേർഷൻ ഓഫ് RDNA ഇൻടു ഹോസ്റ്റ് സെൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ജീൻ പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ യൂസിങ് ബയോറിയാക്ടർ ആൻഡ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഇറ്റ് ഇൻവോൾവ് സെപ്പറേഷൻ ആൻഡ് ക്വാളിറ്റി അനാലിസിസ്. ഓക്കെ, സോ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മനസ്സ് വെച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് മാപ്പ് നോക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ എന്നാ പിന്നെ അടുത്ത കാര്യം എന്താണ്? താങ്ക് യു ഓൾ ഫോർ ദി സപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എല്ലാ സെഷൻസും വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. സോ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പാണുള്ളത്. ആ ഗ്രൂപ്പിലേക്കും കൂടെ നിങ്ങൾ ആഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റർ ആവാൻ പറ്റും. അവിടെ നമ്മൾ ഈ ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും നോട്ട്സും ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതെല്ലാം അവൈലബിൾ ആവും. ഓക്കെ, സോ അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.